അപ്പൊ ഇന്ന് ഉമ്മാന്റെ പേര് ഞാനാണ്. അപ്പം ഞാനിന്ന് നമ്മളെ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു കേട്ടോ. ഏതൊക്കെയാ സാധനം വാങ്ങിച്ചത്, എന്തൊക്കെയാന്ന് അതിന്റെ റേറ്റ്സും കാര്യങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചു. നമുക്ക് പല ടൈമും പർച്ചേസ് ചെയ്യുമ്പോൾ പല രീതിക്കാണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ആവാറുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ആയിട്ടുള്ളത് 3000 സംതിങ് ആണ്. അപ്പൊ അതിൽ എത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. കുറച്ച് റേറ്റ് കുറയുന്നുണ്ടോന്ന് ഡൗട്ട് ഉണ്ട്, കാരണം കിച്ചണിലാണ് വീഡിയോ എടുക്കുന്നില്ല അത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. ഫസ്റ്റിന് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം പേരയ്ക്കാണ്, അതുപോലെ തന്നെ റോബസ്റ്റ് പഴവും. അതിനായിട്ടുള്ളത് ഒന്നിന് 39 രൂപയും പിന്നെ ഒന്നിന് 66 രൂപയും അതാണ്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നുള്ളത് നമ്മൾ ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. ജോയി വരുന്നതിന് മുമ്പ് കാണിച്ചു തരാം. 2 ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നിന് വരുന്നത് 48ഉം ഒന്നിന് വരുന്നത് 20 രൂപയും. പിന്നെ വരുന്നുള്ളത് ചോക്കോസ് ആണ്. ചോക്കോസിന് വരുന്നുള്ളത് 75 രൂപയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിക്ക് ഒരു പ്രോട്ടീൻ്റെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ബേബീസിനൊക്കെ നല്ലതാണ്. പ്രോട്ടീൻ പൗഡർ ആണ്. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ മേൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ നമ്മള് വാഷ് ചെയ്യുന്നത്, പാത്രം കഴുകുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഒന്നിനൊപ്പം ഒന്ന് ഫ്രീ ആണ്. ഇവയാണ് കേട്ടോ സംഭവം. ഇവ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ സോറി ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മള് ക്ലീനിങ്ങിൻ്റെ വാങ്ങിച്ചിട്ടില്ല, അതും ഒന്ന് ഫ്രീ ആണ്. പിന്നെ വരുന്നുള്ളത് ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീമും ലേസ് വാങ്ങിക്കാനുള്ള റീസൺ ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനമില്ല, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിച്ചത്. മുമ്പ് വാങ്ങിച്ചിട്ട് അതിലേക്കിട്ടില്ല കളഞ്ഞ്. ഇതിന്റെ യൂസ് എന്താന്ന് പോലും അറിയുന്നുണ്ടായിട്ടാ അങ്ങനെ ഇതൊന്ന് വാങ്ങിച്ചത്. ഇതിന് വരുന്നുള്ളത് റേറ്റ് കാണുന്നില്ല റൈസ്. ഇതിന് 100 ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് വരുന്നത് ഇതിനെങ്ങനെയാണെന്ന് അറിയില്ല റേറ്റ്. സോറി ഗൈസ്, ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെ. ഇതിന്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 389 ആണ്. നല്ല സാധനമാണ് കേട്ടോ. നമ്മളെ കുഞ്ഞിക്ക് തന്നെയാണ് കൊടുക്കല്. പിന്നെ ഒരു പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച ചിലപ്പോൾ തെറ്റിപ്പോയതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അപ്പൊ ഇതിന് വരുന്നുള്ളത്, ഇതിന്റെ റേറ്റ് ഇവിടെ എടുക്കാവുന്നില്ല സോറി. അല്ലല്ല ഉണ്ട്, 106 രൂപയാണ്. 106 രൂപ ഇതിന് വരുന്നത്. പിന്നെ നമ്മളെ ഒരു ഗോൾഗേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 170 ആണ്. ഈ മറ്റേ പർപ്പിൾ എന്നാ പറയുന്നത്. ഇത് വിതച്ചിട്ട് പല്ല് വലിക്കുന്നെല്ലാം പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനാണെങ്കിൽ ഞാൻ നേരത്തെ പൊട്ടിച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ ഗോതമ്പിന്റെ ബ്രെഡ് വാങ്ങിക്കുന്നുണ്ട്, കാരണം ഷുഗർ ഇല്ലവർക്കെല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനൊക്കെ യൂസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്, കാരണം ഷുഗർ കട്ടാണല്ലോ. പിന്നെ വരുന്നുള്ളത് ചെറുഅരിയോ പൊടിയരി സോറി തെറ്റിപ്പോയി. അങ്ങനത്തെ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് വരുന്ന 33 ആണ്. ബ്രെഡിന് 45 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ചോളാനാണ്. ചോളാന് 97 ആണ് വരുന്നത്. ഇത്ര ചോളാന് കേട്ടോ. എത്ര കിലോനൊന്നും ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല. പിന്നെ വാൾനട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രാഗൺ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രാഗന് വരുന്നുള്ളത് 64, വാൾനട്ടിന് 202 രൂപയാണ് 100 ഗ്രാമിന്. പിന്നെ നമ്മള് മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ഇതെന്തെന്ന് അത്തിപ്പഴം. സോറി ചേച്ചി, എനിക്ക് സംഭവം അങ്ങനെ കിട്ടലില്ല. ഇത് 151 രൂപയാണ് 100 ഗ്രാമിന്. അതുപോലെ തന്നെ ഇത് മിക്സ് ആയിട്ടുള്ളതാണ്. ഇതിന് 136. ജൂയി കരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാല് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. 2 മിനിറ്റിനുള്ളിൽ ഇത് വർക്ക് ആവുന്നല്ല എന്ന് പറയുന്നത്, തലവേദനയ്ക്ക് ജലദോഷത്തിനെല്ലാം. പിന്നെ നമ്മള് ബ്രൂവിന്റെ കോഫി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മളങ്ങനെ വാങ്ങിക്കലൊക്കെ കുറവാണ്, കാരണം ഇതിനൊക്കെ ഭയങ്കര പൈസയാണല്ലോ. അപ്പൊ ഉമ്മരെ കാണാതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് 140 രൂപയാണ്, 160 രൂപയാണ് 140 അവർ കൊടുക്കുന്നത്. പിന്നെ വാങ്ങിച്ചത് ഓറഞ്ചിന് 100 രൂപയാണ്, 100 രൂപ. അതുപോലെ തന്നെ നമ്മൾ മാഗി വാങ്ങിച്ചിട്ടുണ്ട്. മാഗി ഇപ്പിയാണ്. ഇതിനും 90 രൂപയാണ് വരുന്നത്. നഷ്ടമാണോ ലാഭമാണോ എന്നൊന്നും അറിയില്ല. പിന്നെ നമ്മൾ സോപ്പ്, ഇതാണ് നമ്മൾ ക്ലിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, നമ്മൾ സാനിറ്റൈസർ. പിന്നെ ഉണ്ട് ഗൈസ്, ഞാൻ സാധനം അത് വെച്ചതാണ്. ഇത്ര സാധനമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാല് ഇപ്പൊ തന്നെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിക്കുന്നത്. പാലിന് ഒരു പാക്കിന് 30 രൂപയാണ്. 30 ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ നമ്മള്
സൺഫ്ലവർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് ഓഫറാണ് ഗൈസ്. അങ്ങനെ അത് 2 വാങ്ങിച്ചു. പിന്നെ മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 62 റുപ്യാണ് കേട്ടോ മാങ്ങക്ക്. അങ്ങനെ ഒരു 1.5 കിലോന് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. മാങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കവർ കളയുന്നില്ല, നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യം നമുക്ക് നിരക്കിട്ട് ഇങ്ങനെ വെക്കും. പിന്നെ അരി, നമ്മൾ ഈ അരിയാണ് ഉപയോഗിക്കാറ് ചോറ് വയ്ക്കാൻ, വെക്കാൻ വയ്ക്കാൻ. പിന്നെ മസാല അടുത്ത സാധനം ഗേൾസിന് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് വിസ്പർ. നമ്മൾ എല്ലാം യൂസ് ചെയ്യും കേട്ടോ. സ്റ്റേ ഫ്രീ, വിസ്പർ, പിന്നെ വേറെ പക്ക കമ്പനിയൊക്കെ യൂസ് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഏറ്റവും കംഫർട്ട് ഇതായിരിക്കും നമുക്ക് തോന്നുന്നത്. കാരണം വിസ്പറിലാവുമ്പോൾ നമുക്ക് ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. എൻ്റെ പേഴ്സണലി അഭിപ്രായമാണ്. അങ്ങനെ ഇതൊന്ന് വാങ്ങിച്ചു. എനിക്ക് എന്താ ഷോപ്പിൽ പോയി അത് വാങ്ങിക്കാൻ പറ്റിയ സമാധാനമുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ ബിസ്ക്കറ്റ് ഞാൻ കുറേ എടുത്തിട്ടുണ്ടായിന്. ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാല് 55 റുപ്യാണ്. പിന്നെ ബ്രെഡ്, നോർമൽ ബ്രെഡും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതിനും വരുന്നത് 40 റുപ്യാണ് കേട്ടോ. 40 വരുന്നുണ്ട്. പിന്നെ ആപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. ഡെയിലി ഒരു ആപ്പിൾ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഭയങ്കര പൈസയാണ്. ഈ 4 ആപ്പിൾ തന്നെ 337 റുപ്യാണ് കേട്ടോ. പിന്നെ വരുന്നുള്ളത് പഞ്ചസാര 46 റുപ്യ. എത്ര കിലോ ആണെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അത് ഫ്രീ ആണ് ഗൈസ്, ഫ്രീ. ഇത് ബിസ്ക്കറ്റ്. അയ്യോ പഞ്ചസാര പൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പഞ്ചസാര ഫ്രീ, അങ്ങനെയാണ് സംഭവം. അപ്പം ഇതൊക്കെയാണ് ഗൈസ് നമുക്ക് എന്താ പറയാ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാരയുടെ റേറ്റ് 92 രൂപയാണ്. അതിന് ഒരു 46 രൂപയുടെ പഞ്ചസാര ഫ്രീ ആണ്. കിലോത്തൊക്കെ അതിലേക്ക് എഴുതിയിട്ടുണ്ടാവും. നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല. അപ്പം ഇതൊക്കെയാണ് സംഭവം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പർച്ചേസിങ്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.